Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്ന ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഒന്ന് രണ്ട് കമൻറ്റുകളുടെ റിപ്ലൈ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, എനിക്ക് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 കമൻറ്റ് മാത്രം കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ടെക്സ്റ്റ് വെറുതെ വായിക്കുകയാണ് എന്നതാണ്. അപ്പോൾ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫാണ്. അതിലെ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലെ ഓരോ ചാപ്റ്റർ എന്ന് പറയുന്നത് വലിയ വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് മലയാളത്തിൽ പഠിക്കുന്ന കഥയോ കവിതയോ എന്നല്ല അതിൽ തന്നിരിക്കുന്നത് മുഴുവനായിട്ട് ചരിത്രം, അതുപോലെ വിമർശനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ വളരെ ചെറുതാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. മനസ്സിലായോ? അതായത് ആ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടി ചുരുക്കിയിട്ട് എടുക്കാം. പക്ഷെ അങ്ങനെ ചുരുക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആ പോയിൻറ്റ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ ആ ചാനലിലെടുത്തത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞു തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതേപോലെ പറയാവുന്ന മറ്റൊരു കാര്യം, കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞു തന്നൂടെയെന്ന്. അതായത് നിങ്ങൾ ഈ +2 വരെ പഠിച്ചിട്ടുള്ള മലയാളം അല്ല ഡിഗ്രി മലയാളം എന്ന് പറയുന്നത്. അതിൽ ഭാഷകൾക്ക് കുറച്ചുകൂടി വ്യത്യാസം വരും. ആ ഭാഷകളനുസരിച്ച് വേണം നിങ്ങൾ എക്സാമിന് എഴുതാനായിട്ട്. അതായത് നിങ്ങൾ ആ ഒരു ചെറിയ ലെവലിലുള്ള ആ ഒരു ഭാഷകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിനെ വരെ അത് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം പേപ്പേഴ്സെല്ലാം വാല്യൂ ചെയ്യുന്ന ഒരു ടീച്ചർ കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേപ്പർ എപ്രകാരം എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടുത്തെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി സിമ്പിളാക്കിയിട്ടാണ് നോട്ട്സ് ടെലഗ്രാമിൽ അയക്കുന്നത്. അതായത് വലിയ കുഴപ്പമില്ലാത്ത ടെക്സ്റ്റിൽ ഞാൻ അതേപടി സമ്മറി എടുത്ത് അയക്കും. അല്ലാത്ത ഞാൻ കുറച്ചുകൂടി പോയിൻ്റ് വൈസ് ആയിട്ട് അയച്ചു തരാറുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനലൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ടാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും അറിയാതെ വെറുതെ വിളിച്ച് പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ക്ലാസ്സുകൾ എവിടെയാണോ കിട്ടുന്നത് അത് നോക്കിക്കോളൂ. യാതൊരു കുഴപ്പമില്ല. ഞാനൊരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ട് വരില്ല. 100 സ്റ്റുഡൻസിൽ 1-2 സ്റ്റുഡൻസ് മാത്രമാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ മാത്രമല്ല, ഇനിയുള്ളവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. പക്ഷേ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്കുണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടാണ് പാസ്സാവാനടക്കം പറ്റിയതെന്ന് പറഞ്ഞിട്ടുള്ള നല്ല നല്ല കമൻസുകൾ എനിക്ക് വരാറുണ്ട്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ കമൻറ്റിലൂടെ ചോദിക്കാൻ. അതനുസരിച്ച് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, അതിന് മറുപടിയും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇനി ആർക്കെങ്കിലും സിമ്പിളായിട്ട് ക്ലാസ്സുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.